Hello guys, welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചലഞ്ചാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചലഞ്ചാണ്. ഇപ്പോൾ ഒരു റെഫറൻസ് പിക്ചർ എടുത്ത് വെച്ചിട്ട് നമ്മൾ മറ്റേ എതിരാളെ കാണിക്കാതെ നമ്മൾ പറയുന്ന രീതി ഈ പിക്ചർ അവർ വരയ്ക്കണം. അതാണ് ടാസ്ക്. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ റെഫറൻസ് പിക്ചർ കാണിക്കാൻ പോവാണ്. ഇവിടെ തിരിഞ്ഞിരുന്നു. അപ്പം കണ്ടോ, ഇതാണ് ഞാൻ കൊടുക്കുന്ന റെഫറൻസ് പിക്ചർ. ഇത് 2 എണ്ണം വേണേൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഒരെണ്ണമായാലും മതി. ഓക്കെ, നേരെ ഇരുന്നോ, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുടങ്ങാം. ഓക്കെ, സ്കെച്ചും ഒരു 2 പേപ്പറും 2 പേരുടെ കയ്യിലും ഉണ്ട് കേട്ടോ. തുടങ്ങാം. ഒരു കൊട പോലെ ഒരു റാ തന്നെ ആദ്യം വരച്ചത്. ഇങ്ങനെ കൂണ്ടയൊക്കെ ഷേപ്പിലൊക്കെ നിൽക്കുന്ന റാ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു ഓവൽ സൈസ് റൗണ്ട്, ചെറിയൊരു റൗണ്ട്, ഒത്തിരി വണ്ണം വേണ്ട കേട്ടോ. ഓക്കെ, ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഓവൽ ഷേപ്പ് വരച്ചോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 2 വര ഇങ്ങനെ വളഞ്ഞ് അതിൻ്റെ അകത്തുകൂടി, നമ്മളിപ്പോൾ ഓവൽ ഷേപ്പ് വരച്ചില്ല, അതിൻ്റെ അകത്തുകൂടി കൂട്ടിയിട്ട് വേണം വരയ്ക്കാൻ. വരച്ചോ? എന്നിട്ട് 2 വര വരച്ചില്ല, അതിൻ്റെ നടുക്ക് കുറച്ച് മിഡ് ഭാഗത്ത് ഇങ്ങനെ കുടയുടെ തുമ്പിരിക്കുന്ന പോലെ ഇങ്ങനെ കുറച്ച് ഇത്. ഓക്കെ, വരച്ചോ? എനിക്ക് അവളുടെ നോക്കാൻ പറ്റത്തില്ല, അവൾക്ക് എൻ്റെ നോക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ കൂൺ പോലത്തെ സാധനം വരച്ചില്ലേ, റാ, അതിൻ്റെ അകത്ത് വട്ടം വരയ്ക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഒരെണ്ണേ വരയ്ക്കുന്നുള്ളൂ, ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം മതി. വരച്ചാ? ഓക്കെ, വരച്ചു. അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് പുല്ലൊക്കെ വരച്ചോ. അപ്പോൾ ഗൈസ്, ഇവിടെ പടം ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കാണിക്കാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം നിന്നെ കാണിക്കട്ടെ. ഞാൻ എടുത്ത റെഫറൻസ് പിക്ചർ ഇതാണ്. ഞാൻ എടുത്ത റെഫറൻസ് പിക്ചർ. അപ്പം നമുക്കിനി നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഗൈസ്, ഇതാണ് എൻ്റെ കൂൺ. എനിക്ക് ആദ്യമേ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ ഈ വട്ടം എന്നാ നീ ഉദ്ദേശിച്ചേ? നീയല്ലേ പറഞ്ഞ മേളിലൊരു വട്ടം വരച്ച് വെക്കാൻ. ഈ വട്ടം ഉദ്ദേശിച്ചത് ഇതുണ്ടോ? അപ്പൊ ഗൈസ്, ഇവിടെ ഏകദേശം വരച്ചപ്പോൾ നമുക്ക് 10-ൽ ഒരു 6 മാർക്ക് കൊടുക്കാം. കാരണം കൂട് പോലെ ഏകദേശം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിക്കാൻ ഞാൻ തിരിഞ്ഞിരിക്കാം. കാണിച്ചോ? ഓക്കെ, അവൾ നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് അറിയത്തില്ല, അവൾ തരുന്ന ക്ലോസ് വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ പേപ്പറിൽ തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത്. ഓക്കെ, റെഡി സ്റ്റഡി ഗോ. ഓക്കെ, ആദ്യം തന്നെ ഒരു ചെറിയ വട്ടം വരയ്ക്കണം. ചെറിയ വട്ടമോ? അതെ, 1 മിനിറ്റ്. ചെറിയ വട്ടം മതിയോ? തീരെ? ഓക്കെ, വരച്ചോ. അതിൻ്റെ മുകളിലായിട്ട് 2 വട്ടം. ഓക്കെ, അതിൻ്റെ നടുക്ക് കുത്ത്. നടുക്കോ? ആ 2 വട്ടത്തിന് നടുക്ക്. ഓക്കെ, ഇനി സൈഡിലായിട്ട് ഒരു ലവിൻ്റെ പകുതി ഭാഗം വരയ്ക്കണം. ഈ സൈഡിൽ? ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്ത്. ഇനി കല്ല് പോലെ ആ ലവിൻ്റെ പകുതിയുടെ താഴെ വരയ്ക്കണം. കല്ല്? 2 സ്ഥലത്തും.
കല്ല് പോലെ വരച്ച്. രണ്ട് സൈഡിലും. ഇനി ഒരു ചെറിയൊരു റാ പോലെ അകത്തൊന്ന് വരയ്ക്കണം. ഓക്കെ. കഴിഞ്ഞു. പിക്ചർ കാണിക്കാം. ഓക്കെ, നീ അത് റെഫറൻസ് പിക്ചർ കാണിച്ചോളൂ. താണ്ട ഇതാണ്. ഈ ഫ്രോഗാണ്. ഓക്കെ, ഈ ഫ്രോഗാണ് കാണിച്ചത്. ഇനി അവളുടെ പടം നമുക്ക് ഞാൻ വരച്ചത് ഇങ്ങനെയാണ് ഫ്രണ്ട്സ്. ഓക്കെ, കണ്ടേ ഞാൻ വിചാരിച്ച ഒരു പെൺകുട്ടിയുടെ മുഖാന്നാണോ? എനിക്കൊരു പെൺകുട്ടിയുടെ മുഖം. ഞാനോർത്ത് കറക്റ്റ് നല്ല ക്ലൂ ഒക്കെ തന്നെ പറഞ്ഞെടുത്തെ. ഞാനോർത്ത് അപ്പൊ ഫ്രോഗ് തന്നെ വരച്ചു വെക്കുന്നു. പൊട്ടൊക്കെ തൊട്ട് വെച്ചേക്കുന്നു. അല്ല ഗായ്സ്, ഞാൻ കേട്ടതുപോലെ എനിക്കിതാണ് തോന്നി. 2 ലവിൻ്റെ ഭാഗമാണെന്ന് ഉദ്ദേശിച്ച ചെവി, പിന്നെ കണ്ണിൻ്റെ നടുക്ക് കുത്ത്, കണ്ണായി, എന്നിട്ട് വാ എന്ന് വെച്ചാൽ ഓ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു ഇമോജില്ലേ, അതുപോലത്തെ ഒരു വാ, പിന്നെ വട്ടത്തി ഷേപ്പ് മുഖം ഇങ്ങനെയായിരുന്നു ഫ്രണ്ട്സ്. കണ്ടോ? ഇതൊക്കെ അവള് ഞാൻ വരച്ചതിനേക്കാൾ ഇച്ചിരി കുഴപ്പത്തിലാണ്. അപ്പൊ എനിക്ക് എത്ര മാർക്ക് വരാൻ പറ്റി? 10ൽ എനിക്കൊരു 5.5 മാർക്ക് വേണം നിനക്ക് തരാം. അപ്പൊ ഗൈസ്, ഞാനാണ് ഇനി റെഫറൻസ് പിക്ചർ എടുത്തത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ. നീ തിരിഞ്ഞിരുന്നോ? അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ്. ഓക്കെ നോക്കോ. അപ്പം ഞാൻ റെഫറൻസ് പിക്ചർ എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന ക്ലോസ് വെച്ച് നീ അത് വരയ്ക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ എങ്ങനെയാണ് പറയുന്നത്, 2 ഭാഗത്തും ഒരു ഇലയുടെ ഷേപ്പാണെന്ന് തോന്നുന്നു. ഏകദേശം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനത്തെ ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. എനിക്ക് വേറെ വല്ല ഷേപ്പാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നീ 2 സ്ഥലത്തും ഇല പോലെ വരയ്ക്കും. ഓക്കെ, വരച്ചോ? നടുക്ക് ഒരു റാ പോലെ വരച്ചോ? എന്നിട്ട് നടുക്കൂടെ ഒരു 2 വര സ്ലിം പോലെ. എന്നിട്ട് 2 നീണ്ട ഇല 2 സൈഡ്. വരച്ചോ? അപ്പൊ ഗൈസ്, നമ്മുടെ പിക്ചർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ റെഫറൻസ് പിക്ചർ കാണിക്കാൻ പോവാണേ. നോക്കിക്കോ. എനിക്ക് അപ്പോഴേ അറിയാം ഫ്രണ്ട്സ് തുലിപ്പാന്ന്. പക്ഷെ ഞാൻ വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഗൈസ്. ഞാൻ കൊടുത്ത പടം ഇതാണ്. അവൾ ഏകദേശം ഒക്കെ അങ്ങനെയാണ് ഗൈസ് വരച്ചിട്ട്. ഞാനൊരു വീഡിയോയിൽ ഇത് കണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോഴേ എനിക്ക് സംശയമുണ്ട് ഇവിടെ തുളിപ്പായിരിക്കും പറഞ്ഞു. അപ്പൊ ഗൈസ്, ഞാൻ വരച്ചതാണ് ഇത്. അപ്പൊ എനിക്ക് എത്ര മാർക്ക്? അവള് വരച്ചത് നമുക്കൊരു 10ൽ 7 മാർക്ക് കൊടുക്കാം. അപ്പം അടുത്ത റെഫറൻസ് പിക്ചർ എടുക്കാവുന്ന ഇവളാണ്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ റൗണ്ടാണ്. ഓക്കെ, ഇതിനെങ്കിലും എനിക്ക് നല്ല മാർക്ക് മേടിക്കണം. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവള് റെഫറൻസ് പിക്ചർ എടുത്തിട്ടാണ് ഇവൾ നിങ്ങളെ കാണിക്കും. നല്ല സിമ്പിളാണ്. നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഇതാണ് വരയ്ക്കുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. തുടങ്ങിക്കോ. ആദ്യം തന്നെ നീ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. വലിയ ട്രയാങ്കിൾ ആണോ ചെറുതാണോ? നിനക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഓക്കെ, വരച്ചോ? അതിൻ്റെ നടുക്കുന്ന ഒരു വര. വരച്ചോ? അത് കഴിഞ്ഞ് എന്താ പറയാ, ഒരു ചന്ദ്രനല്ല, എന്താ പറയാ, ഒരു വി ഷേപ്പില്ലേ, ഇച്ചിരി വലുതാക്കി വരച്ചാൽ മതി. എന്ന് വെച്ചാല് വി പോലെ അങ്ങോട്ട് വരച്ചു വെക്കല്ലേ. 2 സ്ഥലത്തും വി വരച്ചിട്ട് ഇങ്ങനത്തെ ഇച്ചിരി വര വലുത് വരച്ചോ? കഴിഞ്ഞോ? നിനക്ക് കഴിഞ്ഞില്ല, ഞാൻ വരയ്ക്കട്ടെ.
Okay. ഇനി അതിന്റെ താഴെ ആയിട്ട് ഒരു വര വരയ്ക്കണം. എങ്ങനത്തെ വര? ലൈൻ, ഒരു വര മാത്രം. അതിന്റെ താഴെ അതുപോലെ കുറച്ച് ഇളകി കിടക്കുന്ന പോലെ. ഓക്കെ. മേളിലൊരു വട്ടം. മേളിലോ? സൂര്യനോ? വട്ടം വരയ്ക്കും. നമുക്ക് ലാസ്റ്റ് നോക്കാം. എവിടെയാ നമ്മൾ ഈ ട്രയാങ്കിൾ വെച്ചതിന്റെ മേടി? ശ്രദ്ധിച്ച് വരയ്ക്കണേ. പിന്നെ ആ വട്ടത്തിന്റെ പകുതി ഭാഗം ഒന്ന് വരച്ചിട്ട് കളർ ചെയ്യണം. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. വരച്ചോ? ഓക്കെ. ഓക്കെ, ഞാൻ ഏകദേശം ഇവിടെ ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിച്ചതാണോ എനിക്കറിയില്ല. നീ റെഫറൻസ് പിക്ചർ കാണിച്ചോ? എൻ്റെ ദൈവമേ, എനിക്കിത് തോന്നിയാൽ ഇതായിരിക്കും ആ ട്രയാങ്കിൾ ഇവള് പറഞ്ഞപ്പോളെ. ഞാൻ വരച്ച് നിങ്ങളെ കാണിക്കട്ടെ. മേളില് വരച്ചു സൂര്യനല്ലെന്ന്. ഇതാണ് ഞാൻ വരച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാനാണ് മൂന്നാണ് വരയ്ക്കാൻ പറ്റുന്നത്. ഇവിടെ വരച്ചിരിക്കുന്നത് സൂര്യനാണ്. അപ്പൊ എനിക്കിതിൽ എത്ര മാർക്ക് തരാൻ പറ്റും? വേണേ പറയാം, 10-ഒരു 9.5 തരാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. ഇതുപോലെ കൂടുതൽ ചലഞ്ചസ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ.